ബോളാഗോളം ടീമിന്റെ ഡയറക്ടർ ജുനൈസ് കാപ്പ്, ആക്ടർ ഉണ്ണി നായർ, ഹീറോയിനാണ് നമ്മുടെ കൂടെ ഉള്ളത് അഖിൽ പ്രഭാകർ ആൻഡ് ആലിയ ഉണ്ണി. വെൽക്കം ടു സെല്ലുലോയിഡ്. കറക്റ്റ് ടൈമിലാണ് നിങ്ങളുടെ മൂവിയുടെ റിലീസ് എന്ന് പറയുന്നത്. നാട് മുഴുവൻ ഫുട്ബോളിന്റെ ഭ്രാന്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റൈറ്റ് മാർക്കറ്റിംഗ് അത് പറയാൻ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. വെരി നൈസ്. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് കേട്ടായിരുന്നു. അതായത് ഐസ്ലൻഡിലെ ഒരു ഡോക്യുമെന്ററി നിന്നാണ് ഈ മൂവിയുടെ കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും കംപ്ലീറ്റ് മാസ് ഒരു മലപ്പുറം വൈബും എല്ലാം അതാണ് അവിടെ കാണാൻ പറ്റുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു ബ്ലെൻഡിലേക്ക് വന്നത്? അവിടെ നിന്ന് കിട്ടിയ ഒരു കോൺസെപ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരുന്നു അത് സംഭവം? അത് സത്യത്തിൽ ഇത് ഐസ്ലാൻഡ് ടു മലപ്പുറം എന്നുള്ളതാണ് അതിന്റെ ക്യാപ്ഷൻ. ഐസ്ലാൻഡിന്റെ ഒരു ആശയം മലപ്പുറത്തെ ഒരു മണ്ണിൽ അപ്ലൈ ചെയ്യുന്നതും അവരുടെ കളിയും ജീവിതവും തമ്മിലുള്ള പാസുകളുടെ കഥയാണ് ബോളാഗോളം പറയുന്നത്. അതാണ് അതുമായിട്ടുള്ള കണക്ഷൻ. അത് BBC റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. അവർ പറയുന്നുണ്ട് 48% ഡ്രഗ് അഡിക്റ്റ് ആയ കുട്ടികൾ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. ഐസ്ലാൻഡിൽ നിന്ന് വരുന്ന ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിന് വളരെ കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ 5% ആയിട്ട് അവർ ചുരുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ആശയം മലപ്പുറത്തെ ഒരു ഗ്രാമത്തിൽ, അതേ സമാന സാഹചര്യങ്ങളുള്ള ഒരു ഗ്രാമത്തിൽ മുൻ കളിക്കാരൻ, ഒരു 7 കളിച്ച് പരിക്കുപറ്റി ഗൾഫിൽ പോയ ഒരാൾ പ്രവാസി നാട്ടിൽ വരുമ്പോൾ അവന്റെ ശിഷ്യനും ഇതേപോലെ, അവന് നാട്ടിലെ ശിഷ്യനും ഇതേപോലെ ഡ്രഗ് അഡിക്റ്റ് എന്ന് മനസ്സിലാക്കുമ്പോൾ നാട്ടിലെ ഗ്രൗണ്ട് കൊണ്ടുവരാനും ആ ഒരു ആശയത്തെ മലപ്പുറത്തെ മണ്ണിൽ അപ്ലൈ ചെയ്യുന്നതും അവരുടെ കളിയും ജീവിതവും തമ്മിലുള്ള പാസുകളുടെ കഥയാണ് ബോളാഗോളം സംസാരിക്കുക. ഉണ്ണിച്ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വരാം. ഹീറോയിൻ അതിനു മുമ്പ് ചേട്ടനെ ഞാൻ ആദ്യം വിചാരിച്ചത് ചേട്ടൻ ഒരു മലപ്പുറത്തുകാരനാണെന്നാണ്. ബിക്കോസ് മലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ, അതുപോലെ സ്പോർട്സ് ബേസ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഇപ്പോൾ ചേട്ടനുണ്ട്. ഇതിൻ്റെ അകത്ത് ക്യാരക്ടർ കേട്ടപ്പോഴത്തേക്കും ഞാൻ ചേട്ടൻ ജസ്റ്റ് ഡയറക്ടറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് ചേട്ടൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. ചേട്ടൻ പ്ലേ ചെയ്യുന്ന ആ കൊലീന എന്ന് പറയുന്നത് ലോകമെമ്പാടും അറിയാവുന്ന റെഫറിയാണ് ചേട്ടൻ പ്ലേ ചെയ്യുന്നത്. എന്ത് തോന്നുന്നത്? എന്ത് തോന്നാണല്ലോ, ഞാൻ പൊതുവെ എല്ലാ പടങ്ങളിലും അഭിനയിക്കണല്ലോ. ചേട്ടൻ അതൊരു വലിയ കാര്യമല്ല. മലപ്പുറത്തിന്റെ പടം ഒന്നും മാത്രല്ല, ഞാൻ അധികം അഭിനയിക്കല് എറണാകുളത്തെ പടമാണ്. അഭിനയിച്ചിട്ടുമുണ്ട്, ഇനി വരാനും ഉണ്ട്. അപ്പൊ മലപ്പുറം പടം വെച്ചിട്ടൊരു സിനിമ ഇല്ല, അങ്ങനെയില്ല. ശരി, ലാംഗ്വേജ് മാറ്റില്ല, അത് അഭിനയിക്കുമ്പോ വരുന്നതാണ്. അപ്പൊ ഈ കൊളീനോ എന്ന് പറഞ്ഞാൽ എനിക്ക് പന്ത് കളിയോട് വലിയ ഒരു ആഗ്രഹമുള്ള ആളാണ്. ചെറുപ്പം തൊട്ട് തന്നെ പിന്നെ ഞാൻ കളിച്ചിരുന്ന ആളുമാണ് പന്ത് കളിയൊക്കെ. അങ്ങനെ കണ്ടു നോക്കുമ്പോ കൊലീനെ അറിയാമായിരുന്നോ? ഇല്ല ഇല്ല, എന്നെ വഴക്ക് പറയരുത്, ഞാൻ ഞങ്ങള് ബന്ധുക്കാരൊന്നല്ലേ, അതിലിങ്ങനെ കാണും. ഞങ്ങള് കുടുംബക്കാരൊന്നല്ലോ, എവിടെയുള്ള ആളാ ഞാൻ, ഇതിലൊക്കെ കുടുംബക്കാരല്ല. അതിങ്ങനെ കാണും ഞാന്. അങ്ങനെ ഒരാഗ്രഹം. പെലെ പറഞ്ഞ ആളാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എനിക്കറിയില്ല. മറഡോണ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കളിക്കാര്. അവരൊക്കെ ആരാധിക്കാനായിരുന്നു ഞാൻ, ആരാധിക്കുന്ന ആളായിരുന്നു. അപ്പൊ കൊലീനേനെയും കണ്ട് നേരത്തെ അറിയാന്നല്ലേ പറഞ്ഞേ? എനിക്കിപ്പോഴും ഉത്തരം കിട്ടിയില്ല. ടിവിയിൽ കാണുന്നു, ടിവിയിൽ കണ്ടറിയാം. അമേരിക്കൻ ലണ്ടനിൽ ഞാൻ പോകും, ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിലാണ്. അയ്യോ, ഷെയ്ക്കാണ്ട് കൊടുത്തിട്ടുണ്ടോ എന്നല്ല ചോദിച്ചോ, ചേട്ടൻ അറിയാമായിരുന്നു? അത് ഇങ്ങനെ കണ്ടിട്ടുള്ള പരിചയമുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സാദൃശ്യം തോന്നിയോ ചേട്ടന് കണ്ടിട്ട്? മോഹം സാദൃശ്യം ഉണ്ടെന്ന്. കൊലീനയുടെ ഒരു ഫോട്ടോ കണ്ടോ? ചേട്ടനെ പോലെ തന്നെ ഇരിക്കണേ, വരച്ചു വെച്ച പോലെ. ഒരു മനുഷ്യന്റെ മാതിരി 8 ആളുണ്ടാവും പറയണത്. അപ്പൊ അതില് ഒരാളെ കിട്ടി നമുക്ക്. ഇപ്പൊ അച്ഛന്മാരങ്ങോട്ടും പോയിട്ട് വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കൊളീനക്ക് മലപ്പുറത്തൊരു സമാന ആള്, കൊളീനക്ക് മലപ്പുറത്തുള്ള ഒരു സമാന ആള് നമ്മൾ അങ്ങനെ അവതരിപ്പിക്കുന്നത്. മലപ്പുറം അല്ല, ഈ സിനിമയിൽ ഞാൻ പറഞ്ഞു. സിനിമയിൽ അങ്ങനെയാണ്, പേര് തന്നെ കൊലീന കോയ എന്നാണ് അല്ലേ നാട്ടുകാരങ്ങനെ വിളിക്കുന്നത്. മലപ്പുറത്തുകാരനാണ് എന്നാ അല്ല, കാരണം ഞാൻ ജനിച്ചൊക്കെ പട്ടമ്പിയാണ്, പെരുമുടിയൂര്. വളർച്ചയിൽ ഇവിടെയാണ് മലപ്പുറം. എന്റെ അച്ഛന്റെ വീട് മലപ്പുറം. അങ്ങനെ ഇവിടെ വന്ന് വളർന്നു. പിന്നെ തമിഴ്നാട്ടിൽ കുറെ അങ്ങനെ വളർന്നു. അങ്ങനെയൊക്കെയാണ് കഥ. അഖിൽ ഒരു ഹൊറർ ത്രില്ലർ, ഡാർക്ക് ഹൊറർ ത്രില്ലർ ഒക്കെ കഴിഞ്ഞ, പിന്നെ അതുപോലെ അനക്കെന്തിന്റെ കേടൊക്കെ കഴിഞ്ഞിട്ട് ഒരു എനർജി ട്രാക്കിലേക്ക് കയറിയിരിക്കുക. സ്പോർട്സ് മൂവി എപ്പോഴും അതിൻ്റെതായ ഒരു എനർജി ഉണ്ടാവും അല്ലെ? എങ്ങനെയുണ്ടായിരുന്നു ആ ട്രാക്ക് ചേഞ്ച്? നല്ലതായിരുന്നു. ഞാൻ ഇതുവരെ പ്ലേ ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു അത്. ഈ ഫുട്ബോള് കാണാറുണ്ട്, ഫുട്ബോൾ ഇഷ്ടമാണ് എന്നുള്ളത്, അതിനെ പറ്റിയുള്ള ഒരു പ്രാഥമിക ധാരണകളൊന്നുമില്ല, ഇന്നത് എന്നുള്ള പരിപാടികളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളാണ് കോച്ചായിട്ട് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ രസമായിരുന്നു, ഷൂട്ടിംഗ് പരിപാടികളൊക്കെ രസമായിരുന്നു. പിന്നെ ഈ മലബാർ സൈഡ് എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, ഫുട്ബോൾ അത്രയ്ക്കും നെഞ്ചിലേറ്റി കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് അവിടെ മൊത്തം. അവിടുത്തെ ഏറ്റവും പ്രായമുള്ള ആൾക്കാർ തൊട്ട് ചെറിയ പിള്ളേരുകൾ വരെ നമ്മൾക്ക് അവിടെ ഈ മാച്ച് നടക്കുന്ന സമയത്തൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് നേരി കണ്ട് നമുക്ക് അറിയാൻ പറ്റിയ ആ കാര്യങ്ങളൊക്കെ.
അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റിയിട്ട് സന്തോഷമുണ്ട്. ഫുട്ബോൾ പ്രേമി അല്ലാന്നല്ലേ പറഞ്ഞേ? ഫുട്ബോൾ പ്രേമിയാണ്, ഫുട്ബോൾ കാണാറുണ്ട്. ഓക്കെ. പക്ഷെ ഫുട്ബോളിനെ പറ്റി ഞങ്ങളെ ABCD അങ്ങനെ കാര്യമായിട്ട് അറിഞ്ഞൂടാ. സർഫസ് ലെവലിൽ ഫുട്ബോൾ എൻജോയ് ചെയ്യാറുണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതുപോലെ ഇൻഡെപ്തിൽ ഫുട്ബോൾ അറിയേണ്ട ഒരാളായിട്ടല്ലേ, കോച്ചായിട്ടല്ലേ, ക്യാരക്ടറെ പറ്റിയിട്ടൊന്ന് പറയാമോ? എങ്ങനെയാണ് കഥാപാത്രം? ഞാനൊരു പ്രവാസിയായിരുന്നു, പണ്ട് ഫുട്ബോൾ ഒരു പ്ലെയർ ആയിരുന്നു. അപ്പൊ കാലിന് പരിക്ക് പറ്റി, പിന്നെ കളിക്കാൻ പറ്റാതായി, അങ്ങനെ പ്രവാസ ലോകത്തോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് തിരിച്ചു മെയിൻ ആയ ഒരു പ്ലെയർ ആയിരുന്നു അവിടെ നാട്ടില്. ഓക്കെ. അന്ന് പിന്നെ തിരിച്ചു വന്ന് പിന്നെ നാട്ടില് കുട്ടികളുടെ കൂടെ കൂടി അങ്ങനെ ഒരു കോച്ചായി, നാട്ടുകാർ തന്നെ ഒരു കോച്ചാക്കി, അങ്ങനെ ഒരു സ്റ്റോറിയാണ്. അങ്ങനെ ഒരു സ്റ്റോറിയാണ്. ലൈക് ഫാമിലിയും എന്റർടൈൻമെന്റും പിന്നെ അതിന്റെ കൂടെ മൊത്തത്തിലൊരു പ്ലേ ഗ്രൗണ്ട് വൈബും ഒക്കെ കൂടെ ഉള്ള ഒരു മൂവിയാണ് എന്നാണ് ട്രെയിലർ കണ്ടിട്ട് തോന്നിയത്. അതിന്റെ അകത്ത് ഒരു ലവ് വൈബും കൂടെ ഉണ്ടോ നിങ്ങള്, അതോ ഓൾറെഡി? ഇല്ല, അതിനങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, ലവ് ട്രാക്ക് ആയിട്ട് പോകുന്നില്ല. ലവ് ട്രാക്ക് ആയിട്ടല്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ ഓൾറെഡി കഥയിൽ മാരീഡ് ആണ്? മാരീഡ് ആണ്. ഓക്കെ. കാരണം ഞാൻ ഒഫീഷ്യലി ഓക്കെ സിനിമയിലാണ്, ഐ മീൻ അങ്ങനെയാണ് കാണിക്കുന്നത്. ബിക്കോസ് ഞാൻ കുറച്ച് പാട്ടുകൾ കണ്ടിരുന്നു, പക്ഷെ നല്ല രസമുള്ള പിരിശമേ എന്നൊരു പാട്ട് ഞാൻ കണ്ടിരുന്നു. അതുപോലെ വളരെ നല്ല റിവ്യൂസും വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ എന്താ പറയാ, അവരുടെ ആവേശമായതുകൊണ്ട് തന്നെ അവരത് കാണാനായിട്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ റണ്ണിങ് ആണ് തിയേറ്റേഴ്സിൽ. ആലി എങ്ങനെയാണ് ഈ ഫുട്ബോൾ പ്രേമികളുടെ ഇടയിലേക്ക് എത്തുന്നത്? ശരിക്കും ഞാനൊരു ഫുട്ബോൾ പ്രേമിയല്ല. ഈ ഒരു മൂവിയിലേക്ക് വരുന്നത് ചിത്രത്തിന്റെ ക്യാമറാമാനാണ് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, ഷമീർ ജിബ്രു ആണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റോളായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാല് മാറുന്ന മലബാറിലെ പെൺകുട്ടികളുടെ ഒരു പ്രതീകമാണ്. കാരണം നമുക്ക് എഡ്യൂക്കേഷൻ ആവശ്യമാണ്, ജോലി ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ലൈഫിനെ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഓർഫൺ ആണ് ആക്ച്വലി. പക്ഷെ ആഫ്റ്റർ മാരേജ് അവൾക്ക് നല്ലൊരു ലൈഫ് കിട്ടും, പ്രൊട്ടക്റ്റഡ് ആകുമെന്ന് കരുതിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഹസി. അങ്ങനെയാണ് വ്യത്യസ്തത എന്ന് പറഞ്ഞത്. ഒരുപാട് പ്രോഗ്രസ് ആസ്പെക്ട് മൂവിയിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആലിയ പറഞ്ഞ പോലെ മലബാറിലെ മാറ്റം, സ്ത്രീകൾക്ക് വരേണ്ട മാറ്റം ഈ മൂവിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞത്, നിങ്ങളുടെ മൂവിയിൽ നിന്നുണ്ടാകുന്ന കളക്ഷൻ നമ്മളുടെ നാട്ടിൽ ഫിഫ സ്റ്റാൻഡേർഡിലുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആശയം. ദാറ്റ് ഈസ് ലൈക്ക് വണ്ടർഫുൾ. ഒന്ന് കുറച്ച് കൂടുതൽ വിവരങ്ങൾ തരാമോ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടിക്കറ്റ് ഈസ് ടോക്കൺ, അഡ്മിഷൻ ഈസ് ആക്ടിവിസം എന്നാണ് നമ്മൾ ഇതിന്റെ ടാഗ് ലൈൻ വെച്ചിട്ടുള്ളത്. ടിക്കറ്റ് നമ്മൾ എടുക്കുന്ന ഓരോ ടിക്കറ്റും ഒരു മൂവി വാച്ച് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതിനുശേഷം അതിന്റെ കളക്ഷൻ പോകുന്നത് നാട്ടിലെ ഒരു ഗ്രൗണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് ഏത് തരത്തിലുള്ള ഗ്രൗണ്ട് വേണം എന്ന് തീരുമാനിക്കുന്നത് പ്രബുദ്ധരായ കേരള സമൂഹമാണ്. കേരള സമൂഹത്തിന്റെ കോർട്ടിൽ വെക്കുന്ന ബോളാണ് ബോളാഗോളം. അത് ഗോളടിക്കണോ, അത് പിന്നെ മിസ് ചെയ്യണോ എന്നുള്ളത് കേരള സമൂഹം തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ടിക്കറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത് ഇപ്പോൾ 5 ഒരു ഗ്രൗണ്ട്, ചെറിയ ഗ്രൗണ്ട് മതി. കളക്ഷന്റെ ചെറിയ കളക്ഷൻ ആണെങ്കിൽ 5 ഗ്രൗണ്ട്, കളക്ഷൻ കൂടുകയാണെങ്കിൽ 7 ഗ്രൗണ്ട്, അല്ലെങ്കിൽ 11 ഗ്രൗണ്ട്. അത് തന്നെ ഫിഫ സ്റ്റാൻഡേർഡിലെ സ്റ്റേഡിയം. അതൊക്കെ നമ്മൾ വിഷ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം കേരള സമൂഹത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പ്രളയം വന്നപ്പോ, കൊറോണ വന്നപ്പോ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അബ്ദുറഹീമിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി വരെ കേരള സമൂഹം ഒന്നിച്ചു നിന്നതാണ്. അപ്പൊ ഇത് സമൂഹത്തിന് മുന്നിൽ വെക്കുന്ന ഒരു മെസ്സേജാണ്. ലഹരിക്കെതിരായ മെസ്സേജ് അതിനകത്തുണ്ട്. എന്നാൽ ഒരിക്കലും ഒരു ഡോക്യുമെന്ററിയിലല്ല, ഒരു ഉപദേശക സിനിമയല്ല. 2 മണിക്കൂർ എന്റർടൈനിങ് ആയിട്ടുള്ള, എൻഗേജിങ് ആയിട്ടുള്ള, ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു മൂവി നിർമ്മിച്ചിട്ട് ആ മൂവിയിലൂടെ കിട്ടുന്ന കളക്ഷന് സമൂഹത്തിൽ നമ്മൾ വരുന്ന മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. അഖിൽ ശരിക്കും ഡിജിറ്റൽ ഗെയിംസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണോ, അതോ കൂടുതലും മറ്റേ ഈ പറഞ്ഞ പോലെ പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഗെയിംസ് ആണോ? രണ്ടും ഇഷ്ടമാണ്. ഡിജിറ്റൽ ഗെയിംസ് ഒരു ഏജ് കഴിഞ്ഞപ്പോ പിന്നെ അതിനോടുള്ള ഒരു ഇത് വിട്ടു. അതേപോലെ തന്നെ ഈ പ്ലേ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന ഒരു ഏജ് കഴിഞ്ഞപ്പോ തന്നെ വിട്ട്. ഇപ്പൊ രണ്ടിലും അങ്ങനെ വലിയ പരിപാടി ഇല്ല ഞാൻ. പിന്നെ ഈ അടുത്ത് ഞാനൊരു ഷൂട്ടിന് ചെന്നപ്പോ അവിടെ നൈറ്റ് ടർഫ് എടുത്തിട്ട് നമ്മൾ കളിക്കാൻ പോയി, ക്രിക്കറ്റ് കളിക്കാൻ പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 15 വർഷത്തിന് ശേഷമാണ് ഞാൻ ബോളർ ചെയ്യുന്നത് തന്നെ. അപ്പൊ അതിന്റെ ഒരു ഇഞ്ചുറി ഇപ്പോഴും ഉണ്ട്. ആണോ? അതെ.
അപ്പൊ ട്രെയിനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കോച്ച് ആയതുകൊണ്ട് ഒരുപാട് പെർഫോമൻസുള്ള ടാക്കിൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണിക്കേണ്ടി വന്നില്ല? ഇല്ല, അങ്ങനത്തെ അല്ല നമ്മള് വലിയ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നു. ഓക്കെ. ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും അങ്ങനെ കുറച്ച് പരിപാടികൾ, പിന്നെ ബോളിന്റെ കുറച്ച് മൂവ്മെന്റ്സ്, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കളിക്കുന്ന കാര്യമൊന്നും കാണിക്കുന്നില്ല. കാണിച്ചാൽ ചിലപ്പോ പടം. അല്ല നമ്മള് കോച്ചുമാരോട് സംസാരിച്ചിട്ടും നമുക്ക് ഫിസിക്കൽ ട്രെയിനേഴ്സിനെ നമ്മൾ അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ ഇന്റർനാഷണൽ മാച്ച് ക്ലബ്ബുകളുടെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് റെഫർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. ഞാനിപ്പോ 40 ആയിട്ട് മറ്റേ വെറ്ററൻസ് കളിക്കുന്ന കൂട്ടത്തിൽ ആളുകൾ. ഫുട്ബോൾ നമ്മൾ അത്രയും അങ്ങനെയാണ്, ഗൾഫിലാണെങ്കിൽ കൂടി അവിടെ കളിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം കുറെ കാര്യങ്ങൾ. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഒരു നമ്മൾ ഫുട്ബോൾ ഈ പറഞ്ഞ പോലെ മലപ്പുറത്തുകാർക്ക് അല്ലെങ്കിൽ മലബാറുകാർക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മളൊരു കോച്ചിനെ അവതരിപ്പിക്കുമ്പോൾ, ഒരു കളിക്കാരനെ അവതരിപ്പിക്കുമ്പോൾ ഫിസിക്കലി അതേപോലെ തന്നെ പിന്നെ ടെക്നിക്കൽ ടാക്ടിക്കൽ സ്കിൽസിലൊക്കെ നമ്മൾ നമുക്കറിയാം എന്തൊക്കെയാണ് വേണമെന്നുള്ളത്. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ ഹെഡ് കോച്ചസിന്റെ ഒപ്പീനിയൻ എടുക്കും. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് വാക്കുകൾ ഉപയോഗിക്കുക ട്രെയിനിങ് സമയത്ത്, അതുപോലുള്ള അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ഫുട്ബോളിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമാണല്ലോ ഇപ്പൊ. മാച്ചുകളൊക്കെ എല്ലാം കാണുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ? മാച്ചുകൾ സത്യത്തില് അതാണ് ഇപ്പൊ സിനിമ ഇഷ്ടമാണ്, അത് ഇതിനോടൊപ്പം ഫുട്ബോൾ ഇഷ്ടമാണ്. ഫുട്ബോളിൽ ഒരു മൂവി ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു മാസം വെക്കേഷനിലാണ്, കഴിഞ്ഞ വെക്കേഷനിൽ വന്നിട്ടാണ് ഷൂട്ട് ചെയ്ത്. ഈ വെക്കേഷനിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് റിലീസ് നടത്തിക്കൊണ്ടിരിക്കുക. ജൂലൈ 3 റിലീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ തിരക്കുകൾക്കിടയിൽ സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ട നാടിന്റെ മാച്ച് പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അത് പറയുന്നില്ല. കാരണം അത് ഫാൻസ് പറയുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കണ്ടിട്ടില്ല, ഗെയിംസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ള നിർഭാഗ്യം. നിങ്ങളുടെ ഡയറക്ടർ ഇസ് വെരി പാഷനേറ്റ് അബൌട്ട് ഫുട്ബോൾ കേട്ടോ, അത് മനസ്സിലാവുന്നുണ്ട്. പുള്ളി കാം ആയതുകൊണ്ടാണ് അത്രയും എനർജി കാണിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അതെ 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 അതെ. ഇതിനോട് കട്ടക്ക് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ ഫുട്ബോൾ പ്രേമി സെറ്റില്? അല്ല, കാസ്റ്റില് ആരുമില്ല. കാസ്റ്റില് നമ്മുടെ സെക്കൻഡ് ലീഡ് ഹീറോ ചെയ്ത ആള് ഈ ഫുട്ബോളും അതുപോലെ ഹാൻഡ്ബോളും സ്റ്റേറ്റ് പ്ലെയറും നാഷണൽ പ്ലെയറും ഒക്കെയാണ്. ലാലചേട്ടൻ ഇതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലേ? ലാലചേട്ടൻ അറിയാത്തവർക്ക് വേണ്ടി പറയാം, കേരളം മുഴുവൻ എസ്പെഷ്യലി മലപ്പുറത്ത് ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഇൻഫ്ലുവൻസർ ആണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ് ലാലചേട്ടൻ. അപ്പൊ ക്യാരക്ടറിന് പറ്റിയൊരു എന്ത് വേഷമാണ് ചേട്ടൻ ചെയ്യുന്നത്? ലാല ഇതിനകത്ത് ചെയ്യുന്നത് അഖിൽ അവതരിപ്പിച്ചിട്ടുള്ള മുത്തു എന്ന ക്യാരക്ടറിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്, വൺ ഓഫ് ദ ഫ്രണ്ട് ആണ്. പുള്ളിയും പ്രവാസിയാണ്. പുള്ളി ക്യാരക്ടർ ആയിരിക്കും അല്ലേ? ഫൺ എന്ന് പറഞ്ഞുകൂടാ, വളരെ ക്ലോസ് ആയിട്ടുള്ള പൊതുവേ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന അത് ക്യാരക്ടർ അല്ല, കുറച്ച് സീരിയസ് ആണ്. ഈ ക്യാരക്ടേഴ്സിന്റെ പേര് മുത്ത്, തോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്ലേയേഴ്സ് ആണോ? ഈ മുത്തും തൊത്തും എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് ഈ തൊത്തിന്റെ അമ്മ പ്രഗ്നന്റ് ആയിരുന്ന ആ ഒരു ടൈം തൊട്ടേ ആ ഒരു റിലേഷൻ വരുന്നുണ്ട്. അത് സിനിമ കാണുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ അയാളുടെ ഓരോ വളർച്ചയിൽ ഉടനീളം ഈ മുത്തുവിന്റെ ചെറിയ ഇതുകളുണ്ട് പുള്ളിക്ക്. അപ്പൊ ഇവന് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇവൻ വേറൊരു രീതിയിലോട്ട് മാറി പോകുമ്പോൾ അതിൽ നിന്നൊക്കെ തിരിച്ച് കൊണ്ടുവരുന്നത് ഈ മുത്തു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പൊ ഒരു ആസ് എ ബ്രദർ എന്നുള്ള ഒരു നിലയിലാണ് പുള്ളി നിൽക്കുന്നത്. ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇമോഷണൽ ലൈക്ക് അഭിനയം, ആക്ടിംഗ് വൈസ് ഇമോഷണൽ സാധനങ്ങളും പ്ലേ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അല്ലെ? ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്താ എൻജോയ് ചെയ്ത് കൂടുതൽ? പ്ലേ ഗ്രൗണ്ട് ഷൂട്ടുകളാണോ അതോ ഇമോഷണൽ ഷൂട്ടാണോ? പ്ലേഗ്രൗണ്ട് ഷൂട്ട് നല്ല വെയിലായിരുന്നു. വെയിൽ എൻജോയ് ചെയ്യുന്നത് ഇഷ്ടമല്ലേ? ഓ പിന്നെ ആർക്കും എന്റെ മേക്കപ്പ്, എന്റെ ലുക്സ് ഇവിടെ ഇങ്ങനെ വേറെ പാടായി. പിന്നെ എനിക്ക് അത്തരത്തിലുള്ള കഷ്ടപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിടത്തും ഉണ്ടായിരുന്നില്ല, ഷൂട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, മാത്രം. ഓ നൈസ്. ആലിയ ഓൾമോസ്റ്റ് 6 പടം സിനിമകൾ ഹീറോയിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾസോ കുടുംബ പ്രേക്ഷകർക്കും ആലിയ വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഏത് ഷൂട്ടാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ആലിയ? ലൈക്ക് മിനി സ്ക്രീൻ ആണോ അതോ ബിഗ് സ്ക്രീൻ ആണോ? പാഷൻ കൂടുതൽ ബിഗ് സ്ക്രീനിലോടായിരിക്കും, അത് എനിക്ക് ഊഹിക്കാം. ബട്ട് എന്നാലും എൻജോയ് ചെയ്യുന്നത് ഏതാണ്? എൻജോയ് ചെയ്യുന്നത് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ ഫിലിമിൽ കിട്ടിയാലും സീരിയലിൽ കിട്ടിയാലും അത് ചെയ്യാന്നുള്ളതാണ് ഒരു എൻജോയ്മെന്റ്. ഏതാണെങ്കിലും ഹാപ്പിയാണ്. ഇപ്പൊ ചെയ്യുന്ന പ്രോജക്റ്റിൽ അത്രയും ലീഡാണ്, പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള പല ഏരിയാസ് ഉണ്ട്. അപ്പൊ അത്ര ഏരിയാസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ശക്തമായ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഫിലിമിൽ നിന്ന് വന്നാലും സീരിയലിൽ വന്നാലും ഹാപ്പിയാണ്. ഈ മുത്തുവിന്റെ ഒപ്പം തന്നെ നിന്ന് തൊത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത് ആരാ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്?
തൊത്ത് എന്ന ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുള്ളത് കാശിനാഥ് എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരാളാണ്. ഓക്കെ. പുള്ളി ഇന്ത്യയുടെ നാഷണൽ പ്ലെയർ ആണ്, റഗ്ബി പ്ലെയർ ആണ്. അവൻ ആദ്യം ഫുട്ബോൾ കളിച്ച് റഗ്ബി പ്ലെയർ ആണ്, നാഷണൽ പ്ലെയർ ആണ്. അപ്പോൾ അവനെ ഈ ഒരു കാസ്റ്റിംഗ് ആയിരുന്നു നമുക്ക് വളരെ ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അഖിലിന്റെ നമ്മൾ സംസാരിച്ചിട്ട് തുടക്കം മുതലേ അഖിലിനെ ഫിക്സ് ചെയ്തിരുന്നു. പിന്നെ ഈ കാശി എന്നുള്ള ക്യാരക്ടർ സെയിം ടൈം ഫുട്ബോൾ കളിക്കണം, അവൻ ഇമോഷണൽ ട്രാക്ക് ഉണ്ട്, ലവ് ട്രാക്ക് ഉണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് ഇങ്ങനെ ഈ 3 ക്യാരക്ടറിലേക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. അപ്പൊ അത് വളരെ വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ നമ്മള് കളിക്കാരനെ എടുക്കുമ്പോൾ ഇമോഷന് പോവും, ലവ് ഒക്കെ പോവും. ഒരു ആക്ടർ എടുത്തു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഫുട്ബോള് നന്നായി തട്ടാത്ത ഒരാൾ തട്ടുന്നതും അറിയുന്ന ഒരാൾ തട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഫുട്ബോൾ ഇതിൽ അത്ര ഒരുപാട് ഗെയിംസ് ഒക്കെ വരുന്നതാണ്, നാഷണൽ ലെവലിലൊക്കെ ഗെയിമുകൾ വരുന്നതാണ്. അപ്പോൾ അത് കളിക്കും വേണം. അപ്പോൾ കാശി ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു ഇതിനകത്ത് എന്നാണ് നമ്മൾ കണ്ടെത്തിയുള്ളൊരു. അത്രയും റോൾ ചെയ്തിട്ടില്ല, അവൻ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവനെ ഫിക്സ് ചെയ്യായിരുന്നു. അവന്റെ റീൽസിലൊക്കെ കഴിക്കുന്ന ജഗ്ലിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവനെ ഫിക്സ് ചെയ്യായിരുന്നു. അപ്പോൾ തൊത്തിലേക്ക് അങ്ങനെയാണ് എത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ കൈലാഷ് ഏട്ടന്റെ ക്യാരക്ടറെ പറ്റിയിട്ട് ഒന്ന് അറിയണമെന്നുണ്ട്. കൈലാഷ് ഏട്ടൻ ഇതിനകത്ത് ബാവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നത്. നാട്ടിലുള്ള ഒരു കാരണവർ എന്നുള്ള, കാരണവർ മീൻസ് ഒരു നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും റെഫർ ചെയ്യാവുന്ന ഒരു ക്യാരക്ടർ, ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഇതിനകത്ത് വരുന്നത്. കൈലാഷ് ഏട്ടൻ ക്ലബിന്റെ പ്രസിഡന്റാണ്, കുട്ടിയുടെ കൂടെ ഉണ്ട് എന്ന നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും കൈലാഷ് ഏട്ടന്റെ ഒരു സാന്നിധ്യമുണ്ട്. അത്തരത്തിലൊരു ക്യാരക്ടർ. നൈസ്. എനിവേസ് ഒരുപാട് കാര്യങ്ങൾ ക്യൂരിയസ് ആക്കുന്നുണ്ട്, കാണാനുള്ള ഒരു ആഗ്രഹം, ഒരു ത്വര ഉണ്ടാക്കാൻ പറ്റി ഈ ഇന്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ. പറ്റാവുന്നത്രയും തിയേറ്ററിൽ തന്നെ ഈ മൂവി പോയി കണ്ട് മാക്സിമം കളക്ഷൻസ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് മലയാളികളായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബിക്കോസ് ഒരു ഫിഫ സ്റ്റാൻഡേർഡിലുള്ള പ്ലേ ഗ്രൗണ്ട് നമ്മുടെ കേരളത്തിൽ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഡയറക്ടറിന്റെ വാക്കാണ് കേട്ടോ. അത് പോസിബിൾ ആവട്ടെ. ഡയറക്ടറിന് എന്തെങ്കിലും പറയാനുണ്ടോ ഈ മൂവി ആൾക്കാരോട്? നിങ്ങൾക്ക് വേണമെങ്കിലും പറയാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കൊച്ചു സിനിമേനെ 2 കൈ നീട്ടി സ്വീകരിക്കണം. ഒരുപാട് പ്രീമിയർ ഷോയ്ക്ക് കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല പോസിറ്റീവ് റെസ്പോൺസസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്.